പ്രയാറിൽ ഗണേശ വിഗ്രഹ നിമജ്ജന ഘോഷയാത്രയ്ക്ക് നേരെ CPM നടത്തിയ ആക്രമണം ആസൂത്രിതമെന്ന് ഹൈന്ദവ സംഘടനകൾ. പോലീസ് പിടികൂടിയ മനോജിന് പിന്നിൽ CPM തന്നെയാണ് എന്നാണ് ആരോപണം. മദ്യലഹരിയിൽ നടത്തിയ ആക്രമണം എന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിക്കുകയാണ് പോലീസ്. സാനു കെ സജീവ് ചേരുന്നു. സാനു, ഗണേശ വിഗ്രഹ നിമജ്ജന ഘോഷയാത്രയ്ക്ക് പോകുമ്പോൾ ഇരുമ്പ് വടികൊണ്ട് തരത്തിൽ ഗണേശ വിഗ്രഹത്തെ അടിച്ച് തകർക്കാനുള്ള ഒരു ശ്രമം നടത്തിയ CPM പ്രവർത്തകൻ പിടിയിലായിട്ടുണ്ട്. ഇത് കൃത്യമായ ആസൂത്രണത്തോടെ തന്നെയാണ് ഈ ആക്രമണം നടത്തിയത് എന്ന് തന്നെയാണ് ഹൈന്ദവ സംഘടനകൾ ആരോപിക്കുന്നത്. കാരണം ഈ ഘോഷയാത്രയ്ക്കിടയിലേക്ക് വന്ന ഇത്തരത്തിൽ ആ ഘോഷയാത്ര അലങ്കോലമാക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് കഴിഞ്ഞ ദിവസം നടന്നത് എന്ന് തന്നെയല്ലേ വ്യക്തമാകുന്നത് സാനു? തീർച്ചയായിട്ടും തൃപ്രയാർ എടത്തുരുത്തിയിൽ നടന്നിട്ടുള്ള പൊടുന്നനെയുള്ള ഒരു അക്രമം അത് ആസൂത്രിതമെന്നാണ് ഹൈന്ദവ സംഘടനകൾ കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് അവർ പറയുന്നതിനുള്ള പ്രധാന കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നടത്തുന്ന ഗണേശ വിഗ്രഹ നിമജ്ജന ഘോഷയാത്ര, ഒപ്പം തന്നെ ഗണേശോത്സവം തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആസൂത്രിത ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതെല്ലാം അത്തരത്തിൽ നടക്കുന്ന ശ്രമങ്ങളെല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങളാക്കി മാറ്റി അതിനെ വക്രീകരിച്ചല്ലേ അതിനെ മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്നത്. അതായത് സംഘടിത അക്രമം നടക്കുന്നില്ല, ഒറ്റപ്പെട്ട അക്രമങ്ങൾ നടത്തുന്നു. കാരണം സംഘടിത അക്രമങ്ങൾ നടത്തിയാൽ അത് വലിയ വിവാദമാകും, വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ പോയേക്കാം എന്ന് മുന്നിൽ കണ്ടുകൊണ്ടാണ് അവർ ഇത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങളിലൂടെ ഇതിന്റെ വിശ്വാസത്തെയും അതേപോലെ തന്നെ ഇതിന്റെ പവിത്രതയും ഒക്കെ കഴിഞ്ഞ കുറച്ച് നാളുകളായി ചോദ്യം ചെയ്യുന്നത്. നമ്മുടെ നിയമസഭയുടെ സ്പീക്കർ അടക്കം ഈ ഗണപതി മിത്താണെന്നും അല്ലെങ്കിൽ ഗണേശ വിശ്വാസങ്ങളെല്ലാം മിത്താണെന്ന് അടക്കമുള്ള പ്രസ്താവനകളൊക്കെ നടത്തി വലിയ വിവാദമായിട്ടുള്ള ഭരണസ്ഥിരാ കേന്ദ്രത്തിലിരിക്കുന്നവർ, നമ്മുടെ നിയമസഭയെ നയിക്കുന്നവർ പോലും അത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയിട്ടുള്ളതാണ്. ഒപ്പം തന്നെ CPM നേതാക്കളായിട്ടുള്ള പലരും ഈ ശബരിമലയുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ വലിയ വിവാദങ്ങൾ ഒക്കെ നടത്തിയിട്ടുള്ള, സ്വരാജൊക്കെ നടത്തിയിട്ടുള്ള വിവാദങ്ങൾ ഇന്നും കേരളത്തിന്റെ മണ്ണിൽ ഉയർന്നു നിൽക്കുകയാണ്. അത്തരത്തിൽ ഈ വിശ്വാസങ്ങളെയെല്ലാം തച്ചുടയ്ക്കുന്നതിന് വേണ്ടി, അതിനെയെല്ലാം വെല്ലുവിളിക്കുന്നതിന് വേണ്ടി ഇത്തരം പ്രവർത്തികൾ ഇവർ നടത്തുന്നു. ഒപ്പം തന്നെ മനോജ് എന്ന ഒരാളെ കരിവാക്കിക്കൊണ്ട് ഇതിന് പിന്നിൽ മറ്റു പലരും പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഹൈന്ദവ സംഘടനകൾ പറയുന്നത്. അതായത് മനോജ് ഒരു വ്യക്തി മാത്രമാണ്, ആ വ്യക്തിക്ക് പിന്നിൽ വലിയൊരു സംവിധാനം തന്നെ പ്രവർത്തിക്കുന്നുവെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. അതിന് പ്രധാന കാരണമായിട്ട് അവർ കാണിക്കുന്നത് ഈ മനോജിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തെ വിട്ടുകിട്ടുന്നതിന് വേണ്ടി, പോലീസ് സ്റ്റേഷനിൽ നിന്ന് അദ്ദേഹത്തെ വിട്ടുകിട്ടുന്നതിന് വേണ്ടി നിയമസഹായം നൽകുന്നതിന് വേണ്ടിയൊക്കെ പ്രവർത്തിച്ചത് ഷാഫി എന്ന് പറയുന്ന CPMന്റെ നേതാവാണ്. അദ്ദേഹം അവിടുത്തെ പഞ്ചായത്ത് മെമ്പറാണ്. അപ്പോൾ എല്ലാ തരത്തിലുള്ള പിന്തുണയും നിയമസഹായം ഒക്കെ നൽകി അവർ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഈ അക്രമം ആസൂത്രിതമാണെന്ന് ഇനി ഇതിലേറെ എങ്ങനെ വ്യക്തമാക്കണമെന്നാണ് ഹൈന്ദവ സംഘടനകൾ ചോദിക്കുന്നത്. ഒപ്പം തന്നെ കടുത്ത നിയമ നടപടി, അതായത് മനോജിൽ ഒതുക്കാതെ മറ്റുള്ളവരിലേക്കും ഈ അക്രമം നടത്തിയിട്ടുള്ള മറ്റുള്ളവരിലേക്ക് അടക്കം അന്വേഷണം എത്തിക്കണമെന്നാണ് ഹൈന്ദവ സംഘടനകൾ പ്രധാനമായിട്ടും ആവശ്യപ്പെടുന്നത്. ഈ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ച് കഴിഞ്ഞ ദിവസം ഇന്നലെ അവിടെ വലിയ പ്രകടനമൊക്കെ നടത്തിയിരുന്നു. സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിലാണ് തൃപ്രയാറിൽ പ്രകടനമൊക്കെ നടത്തിയിട്ടുള്ളത്. അതായത് ഈ ഗണപതി വിഗ്രഹ, അതായത് ഗണേശ വിഗ്രഹ നിമജ്ജന ശോഭായാത്രയിലേക്ക് പൊടുന്നനെ ഓടിയെത്തുകയും ആക്രോശിച്ചുകൊണ്ട് എത്തുകയും ചെയ്ത മനോജ് ഈ വിഗ്രഹത്തിന് നേരെയാണ് ഈ കമ്പിവടി ഉപയോഗിച്ച് അക്രമം നടത്തിയത്. സംഭവ സ്ഥലത്ത് പോലീസ് ഉണ്ടായിരുന്നതിനാൽ അവരുടെ സംയോജിത ഇടപെടൽ മൂലം വലിയ സംഘർഷത്തിലേക്കൊന്നും കാര്യങ്ങൾ പോയില്ല. കൃത്യമായിട്ട് ഇയാളെ അറസ്റ്റ് ചെയ്യാനും കസ്റ്റഡിയിലെടുക്കാനും തുടർന്ന് റിമാൻഡ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച മറ്റുള്ളവരിലേക്ക് കൂടി അന്വേഷണം എത്തണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. അന്വേഷണത്തിന് എന്തെങ്കിലും സാധ്യതയുണ്ടോ സാനു? ഈ മദ്യലഹരി നടത്തിയ ആക്രമണം എന്നൊക്കെ പറഞ്ഞ് നിസ്സാരവൽക്കരിക്കുകയാണല്ലോ പോലീസ്. ഈ നടപടി ഒന്നുമില്ല, വെറുതെ മദ്യലഹരിയിൽ അങ്ങോട്ട് പോയൊരു ചെറുതായിട്ടൊരു ആക്രമണം നടത്തി എന്നൊക്കെയാണല്ലോ പോലീസ് വേർഷൻ. തീർച്ചയായിട്ടും പോലീസിന്റെ ഭാഷ്യമാണ് ഏറ്റവും രസകരമായിട്ടല്ല ഏറ്റവും കൗതുകമായിട്ട് തോന്നുന്നത്. കാരണം ഇത്തരത്തിൽ പല അക്രമങ്ങൾ നടക്കുമ്പോൾ ഇതൊക്കെ ഒരു വലിയ, അതായത് ഒരു വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് പോലും ഈ അക്രമം വഴിമാറി പോകുമ്പോൾ അതിനെ വളരെ നിസ്സാരവൽക്കരിക്കുന്ന നിലയിലേക്ക് നമ്മുടെ പോലീസ് സംവിധാനം തന്നെ മാറുക എന്ന് പറയുന്നത് വലിയ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. കാരണം കൃത്യമായിട്ട് ഇടപെടേണ്ട സംവിധാനമാണ് പോലീസ്, ജനങ്ങൾക്ക് സുരക്ഷ കൊടുക്കേണ്ട സംവിധാനത്തിൽ പെടുന്നവരാണ് പോലീസ്. അപ്പോൾ അവർ നോക്കുകുത്തിയാവുന്നു. കാരണം നിയമസഹായം നൽകാൻ എത്തുന്നത് CPMന്റെ നേതാക്കളാണ്, പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ള ആളുകളാണ്. അപ്പോൾ പോലീസിന് ഇതിൽ കൂടുതൽ എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളൊരു ചോദ്യവും നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും ഈ ഷാഫി അടക്കമുള്ളവരിലേക്ക് ഇതിന്റെ സൂത്രധാരനായിട്ട് ഹൈന്ദവ സംഘടനകൾ കൃത്യമായിട്ട് ഉയർത്തി കാണിക്കുന്ന ഒരു പേരും ഷാഫിയുടെ തന്നെയാണ്. ഷാഫിയാണ് ഈ മനോജിന് നിയമസഹായം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളൊക്കെ ഏകോപിപ്പിച്ച്, ഒപ്പം തന്നെ ഈ മനോജിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതിന് ശേഷം ആദ്യം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയും ചെയ്തത് ഷാഫിയാണെന്നാണ് ഹൈന്ദവ സംഘടനകൾ പറയുന്നത്. ഒപ്പം തന്നെ ഈ ഷാഫിയുടെ നിർദ്ദേശമായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള അക്രമത്തിലേക്ക് നയിക്കാൻ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മനോജിന്റെ പ്രകോപനങ്ങൾ
പ്രശ്നങ്ങൾക്കൊക്കെ കാരണമെന്നാണ് ഈ ഹൈന്ദവ സംഘടനകൾ പ്രധാനമായിട്ടും പറയുന്നത്. എന്തായാലും ഈ കൃത്യമായിട്ടുള്ള അന്വേഷണം വേണമെന്നും ഒപ്പം തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്തണമെന്നും കസ്റ്റഡിയിലെടുക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. കഴിഞ്ഞ ദിവസം ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ചിൽ ACP അടക്കം DYSP അടക്കം പങ്കെടുത്തിരുന്നു. അവർ അവിടെ സുരക്ഷ ഒരുക്കാൻ വേണ്ടി വന്നിരുന്നു. ആ സമയത്ത് പോലും ഈ സംഘടനാ നേതാക്കൾ ആവശ്യപ്പെട്ടത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ മനോജിനെ കരുവാക്കുകയാണ്. മനോജ് എന്നത് ഒരു വ്യക്തി മാത്രമാണ്, മനോജിന് പിന്നിൽ ഒരു പ്രസ്ഥാനം തന്നെയുണ്ടെന്നും ഇവർ പറയുന്നുണ്ട്. ശരി സാനു, തൃപ്രയാറിലെ ഗണേശ വിഗ്രഹ നിമജ്ജന ഘോഷയാത്രയ്ക്ക് നേരെ CPM നടത്തിയ ആക്രമണം തികച്ചും ആസൂത്രിതം എന്ന് തന്നെയാണ് ഹൈന്ദവ സംഘടനകൾ ആരോപിക്കുന്നത്. പക്ഷേ ഈ ആക്രമണം നടത്തിയ മനോജിനെ പോലീസ് പിടികൂടിയെങ്കിലും അയാൾ മദ്യലഹരിയിലായിരുന്നു എന്നുള്ള ഒരു ലാഘവത്വം നിറഞ്ഞ മനോഭാവമാണ് പോലീസും വച്ച് പുലർത്തുന്നത്. അതുകൊണ്ട് തന്നെ തുടരന്വേഷണം എപ്രകാരമായിരിക്കും, നിയമ നടപടികൾ സ്വീകരിക്കുമോ എന്നുള്ള കാര്യമൊക്കെ സംശയത്തിന്റെ നിഴലിൽ കൂടിയാണ്. മനോജിനെ രക്ഷപ്പെടുത്താനായി ഷാഫിയാണ് എത്തിയതെന്ന് പകൽ പോലെ വ്യക്തമാണ്. എന്നിട്ടും എന്തുകൊണ്ട് മൗനം എന്നുള്ളതാണ്. ഒരു ഷാഫിയുടെ പുറകിൽ നിന്ന് മാധ്യമപ്രവർത്തകർ മാറിയതേ ഉള്ളൂ. അത് കോൺഗ്രസിലായിരുന്നു, ഇപ്പോൾ ദേ ഇരിക്കുന്നു ഇവിടെയും ഒരു ഷാഫി. ശരി, ഇനി ഇതിൽ തുടർ നടപടികൾ ഉണ്ടാകുമോ, പോലീസിന്റെ ഭാഗത്തുനിന്ന് എന്തായിരിക്കും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം.